இது கூத்து சுண்டு விரல் தீண்ட பொம்பளைய போல வெக்கம் வருதே ആദ്യേട്ടാ 5 മിനിറ്റ് ഇപ്പൊ എണീക്കും. ആഹാ, ഇത് കൊള്ളാലോ. ആദ്യേട്ടാ എണീക്ക്, സമയം എത്രയാന്ന് അറിയോ? എണീക്ക് ആദ്യേട്ടാ. എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് ഡിയർ പൊണ്ടാട്ടി. ഗുഡ് മോർണിംഗ്. എഴുന്നേക്ക്. എത്ര നേരമായി വിളിക്കുന്നു? എന്തു രസറിയോ ഇങ്ങനെ എണീക്കാൻ, നല്ല സുഖമുണ്ട്. നീ വന്ന് വിളിക്കുന്നു, ഞാൻ എഴുന്നേക്കുന്നു. വാവ്. എന്നാലും എന്റെ ആദ്യേട്ടാ, നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉള്ളത് ഞാൻ ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ. എന്ത് സാധനം? ടാറ്റുവോ? ആ, ഇതിനു മുമ്പൊന്നും ഞാനിത് കണ്ടില്ലല്ലോ. പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്നതായതൊന്നും, പക്ഷെ നല്ല രസമുണ്ട്. നല്ല ഹോട്ട് ലുക്കില്ലേ, അതുകൊണ്ടാണ് ഞാനിത് അടിച്ചത് തന്നെ. പിന്നെ നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ ആദ്യേട്ടാ, എന്തി കാണിക്കുന്ന? വിട്ടേ. വിടാനാണെങ്കിൽ ഞാനിവിടെ പിടിച്ചു നിർത്തുമോ നിന്നെ ഇപ്പോ? ആദ്യേട്ടാ, ഞാനിപ്പോ കുളിച്ചതാ. നിങ്ങൾ കുളിച്ചിട്ടില്ല, പല്ലിച്ചിട്ടില്ല, മാറിയേ. ആഹാ, അങ്ങനെയാണോ? എന്നാ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചിട്ട് തന്നെ കാര്യം. 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇതാ റെഡിയായി വന്നിരിക്കും. ആ, അങ്ങനെ വഴിക്ക് വാ, ഞാൻ പോയി ചായ എടുത്തു വെക്കാം. വേഗം കുളിച്ചിട്ട് വാട്ടോ. ആഹാ, നീ എഴുന്നേറ്റോ? ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കഴിച്ചോട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാവേ. ആ, ഓക്കെ അമ്മേ, ഞാൻ എടുത്തു കൊടുത്തോളാം. ഈ ആദ്യമായിട്ട് ഇത് എവിടെ പോയി? കുളിക്കുവാണോ അതോ വീണ്ടും കിടന്നുറങ്ങിയോ? കണ്ടു കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടകത്തേക്ക് വന്നോളൂ കേട്ടോ. കാണാനോ? എന്ത് കാണാൻ? ഞാൻ ആദ്യമായിട്ടും താഴെ വരാത്തോണ്ട് അന്വേഷിച്ചു വന്നതാ, അല്ലാണ്ട് ഇത് കണ്ടോണ്ട് നിന്നോന്നുമല്ല. ഓ ആയിപ്പാ, മനസ്സിലായി. നേരത്തെ ഒരു കടം ബാക്കിയുണ്ട് കേട്ടോ, അകത്തേക്ക് വായോ. എന്ത് കടം? ഏത് കടം? എപ്പ പറഞ്ഞ കടം? ഓ, കുട്ടിക്ക് ഓർമ്മ കാണില്ല, പക്ഷെ ഏട്ടന് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വേണമെങ്കിലേ ഓർമ്മ തിരിച്ചടിപ്പിച്ച് തരാം. ആദ്യേട്ടാ, ചുമ്മാ ഇരുന്നേ, രാവിലെ തൊട്ട്. എനിക്ക് വെറുതെ ഇരിക്കാൻ തീരെ താല്പര്യമില്ല. ഓ, അങ്ങനെയാണോ? Then what do you want to do? Do something else? ഇതെന്നാ അണ്ണിയനോ? അപ്പോഴേക്കും മാറിയാണ്. ബട്ട് ഐ ലവ് ദാറ്റ്. ആ, അണ്ണിയനെങ്കിൽ അണ്ണിയൻ. ബേബി, നമുക്കും വേണ്ടേ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ? ഡു യു ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ്? പിന്നെ വേണ്ടേ? ഞാനൊരു സജഷൻ പറയട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടോ ഞാൻ പറയുന്നേ. നമുക്ക് പാരീസിലേക്ക് നോക്കിയാലോ? എനിക്കിത് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് അവിടെ പോയാലോ? ആ, പാരീസ് എങ്കിൽ പാരീസ്, നിന്റെ ഇഷ്ടം പോലെ. നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം. എന്താണ് ഞങ്ങളെ കൂട്ടാതെ ഇവിടെ ഒരു പ്ലാനിംഗ് ഒക്കെ? അത് വന്ന് മമ്മി, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ, എന്നിട്ടും ഇതുവരെ ഹണിമൂണിന്റെ കാര്യമൊന്നും തീരുമാനിച്ചില്ലല്ലോ.
അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയതാ. പിന്നെ ഡിസ്കഷനിൽ നിങ്ങളെ കൂട്ടാത്തത് നിങ്ങളെ കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ, യു ഓൾഡി കപ്പിൾസ്. ദേ പിള്ളേരെ, സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാട്ടോ, പ്രശ്നത്തിനൊന്നും പോരുത്. അതെന്ത് ടോക്ക് ചെയ്യട്ടാ, ഞാനെന്ത് മനഃപൂർവ്വം പ്രശ്നത്തിന് പോകുന്നതാ? പ്രശ്നമെല്ലാം എന്നെ തേടി വരുന്നതല്ലേ, അതൊക്കെ വിട്. പ്രശ്നം വരുവോ വരില്ലയോ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പോയി കഴിഞ്ഞ ഉടനെ വിളിച്ചോളണം. ഓ, ഉത്തരവ് പോലെ തമ്പുരാട്ടി, എത്തിയ പാടെ അങ്ങ് വിളിച്ചേക്കാം. എന്റെ ദേവി, ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേ? കല്യാണം കഴിഞ്ഞ കുറച്ചെങ്കിലും മാറ്റം വരുമെന്ന് വിചാരിച്ച എന്നെ വേണം ആദ്യം തല്ലാൻ. അമ്മേ, എന്താ പറ്റിയേ? അവക്കെന്നാ പറ്റിയേ? എന്റെ ചെറുക്ക, പേടിക്കാൻ മാത്രമൊന്നും ഇല്ല. അവള് ചെറുതായിട്ടൊന്ന് തലകറങ്ങി വീണു, അത്രേ ഉള്ളൂ. ദേ ഡോക്ടർ ഇപ്പൊ അവളെ നോക്കുന്നുണ്ട്. നീ ഇങ്ങനെ കരയാതെടാ. ഹൈ, അയ്യേ, ആദ്യേട്ടൻ ഇത്രക്കേ ഉള്ളൂ. പോടി, മനുഷ്യൻ കുറച്ചു നേരം കൊണ്ട് എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയോ? അനഹിതയുടെ കൂടെ വന്നവരാരൊക്കെയാ? ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ, അകത്തേക്ക് വന്നോളൂ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു ഹാപ്പി ന്യൂസ് ആണ്. ഷീസ് പ്രഗ്നന്റ്, 1 month. എന്താന്ന്? ഓ, താനൊരു അച്ഛനാവാ പോണൂന്ന്, അത്രേ ഉള്ളൂ. ഡോക്ടറെ, അവളെവിടെ? എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? കണ്ടോളൂ, ആൾ അവിടെ ചെക്കപ്പ് ചെയ്യുന്ന റൂമിലുണ്ട്. ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യേട്ടാ, എന്താ പറ്റിയേ? എന്താ പ്രശ്നം എന്ന് വല്ലോ ഡോക്ടർ പറഞ്ഞായിരുന്നോ? പ്രശ്നമൊന്നുമില്ല, ഒരു കുഞ്ഞാവ ഈ വയറ്റിനകത്തുണ്ടെന്ന് മാത്രം പറഞ്ഞു. ശരിക്കും കളിയാക്കുമല്ലോ? കളിയും തമാശയും ഒന്നുമല്ല, സീരിയസാ. വി ആർ ഗോയിങ് ടു ബി പാരന്റ്സ്. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മതി ആദ്യേട്ടാ. നോ നോ നോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇനി വേണം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ, കുറച്ച് കാറ്റൊക്കെ കൊള്ളണം. വേഗം വേഗം വേഗം. ആദ്യേട്ടാ പ്ലീസ്, എനിക്ക് വയ്യ. ഒരു പ്ലീസും ഇങ്ങോട്ട് എടുക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ ചെയ്താലേ കൊച്ചിന് കുറച്ചൊക്കെ ആരോഗ്യം വെക്കൂ. നീ ഇങ്ങ് ഇറങ്ങി നടന്നേ, ബാബാ, നടക്ക് നടക്ക് നടക്ക്. ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കാതെ. പോടാ തെണ്ടി ആദ്യേട്ടാ. ഡി ഡി ഡി, അത് വേണ്ട. വാ വാ, നടക്ക്. എന്റെ ദേവി, സമയം അങ്ങ് പോയല്ലോ. ഇവർ രണ്ടുപേരാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല. അപ്പന്റെ അതേ സ്വഭാവമല്ലേ, പിന്നെ എങ്ങനെയാ നേരത്തെ എഴുന്നേക്കുന്നേ? എന്നാടി രാവിലെ തന്നെ കിടന്ന് പെറുവിറുക്കുന്നേ? നീ മാറ്, കുറച്ച് ഞാനും ചെയ്യാം. നോക്കിയ അമ്മേ, സമയം പോയി, എന്നിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ആദ്യമായിട്ടിന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? വല്ല ബോധം ഉണ്ടോന്ന് നോക്കണേ രണ്ടും കൂടി. അലാറം ഓഫ് ചെയ്ത് വെച്ചിട്ടാ കിടന്നുറങ്ങുന്നേ. അമ്മ ഇതൊന്ന് നോക്കിയേ, ഞാൻ പോയിട്ട് രണ്ടുപേരും തലയ്ക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കട്ടെ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, എന്ത് പാവങ്ങളാ. അമ്മു, അമ്മു, എടി എണീക്കടി, നിനക്ക് സ്കൂളിൽ പോണ്ടേ? ആദ്യേട്ടാ ഹോസ്പിറ്റലിൽ പോണ്ടേ, എണീക്ക്. എടി, ഒരു 5 മിനിറ്റ്, ഞാൻ അത് ഇപ്പൊ എഴുന്നേറ്റു. മമ്മി, ഒരു 5 മിനിറ്റ് കൂടി, ഇപ്പൊ എണീക്കാം. 5 മിനിറ്റൂല 10 മിനിറ്റൂല, വേ എഴുന്നേറ്റ്, എണീക്ക്. ഈ മമ്മീനെ കൊണ്ട് ഇതെന്ത് കഷ്ടാ. കുറച്ചിടും കൂടെ അറിഞ്ഞിട്ട് എണീക്കൂലേ? പപ്പ, നമുക്ക് മമ്മീനെ ഇച്ചു പൊളിച്ച് ശരിയാക്കിയാലോ? ഡോണ്ടു, അങ്ങനെയൊന്നും ചെയ്യരുത്. അത് നിന്റെ മമ്മിയല്ലേ. അയ്യേ, മെമ്മിയല്ലേ? മനുഷ്യ, വേഗം അവളെ കുളിപ്പിച്ച് താഴേക്ക് വന്നോ.
ഇല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ല. പറഞ്ഞിരുന്നു വേണ്ട, എന്റെ സ്വഭാവം മാറും. ഞാനോ റെഡിയാക്കാനോ കുളിപ്പിക്കാനോ? എടിയാനു അങ്ങനെ പറയരുത്. ആ, നിങ്ങൾ തന്നെ ചെയ്യും. അതെ, എഴുന്നേറ്റ് അവളെ പിടിച്ച് കിടത്തിയതാരാ? നിങ്ങളല്ലേ. ഇനി അവളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ മതി. മര്യാദയ്ക്ക് കുളിപ്പിച്ച് റെഡിയാക്കി താഴെ കൊണ്ടുവന്നേ. ഇതാരാണ്? അമ്മൂട്ടിയോ? പട്ടുപാവാടയൊക്കെ ഇട്ട് ചുന്ദരിയായല്ലോ എന്റെ കുട്ടി. നമുക്ക് കാവില് പോകണ്ടേ? ആ, റെഡി ആയില്ലോ. മക്കളെ എല്ലാരും വന്നേ, നമുക്ക് ഇറങ്ങാം, കാവില് പോണ്ടേ. അമ്മേ, ആരാ ഈ കാദംബരി? ഞാനിവിടെ വന്നപ്പോ തൊട്ട് കേൾക്കുവാണല്ലോ. ആരാ അത്? ലക്ഷ്മി ചേച്ചി എന്തിനാ ഇവിടെ നൃത്തം കളിക്കുന്നേ? പൊന്മലയിൽ